ഹായ്, മലയാളികളെന്നല്ല ഇന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ വരെ ചർച്ചയായിട്ടുള്ള ഒരു സിനിമയാണ് മാർക്കോ എന്നുള്ളത്. അതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് അതിലെ ആക്ഷൻസിൽ കൊണ്ടുവെക്കുന്ന ബ്രൂട്ടലായിട്ടുള്ള കാഴ്ചകളും വയലൻസും എന്നൊക്കെയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു സിനിമയ്ക്ക് ശേഷം അല്ലെങ്കിൽ മാർക്കോയ്ക്ക് ശേഷം മറ്റൊരു സിനിമ ബോളിവുഡിൽ നിന്നും ഇത്തരത്തിൽ വയലൻസ് നിറഞ്ഞ ആക്ഷൻസ് ഒക്കെ നിറച്ച് വന്നിരുന്നു. ചിത്രത്തിന്റെ പേര് എന്നുള്ളത് ഫതേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഇത് ശരിക്കും മാർക്കോയ്ക്ക് ശേഷം അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു സിനിമയല്ല. മാർക്കോയ്ക്കൊക്കെ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച, അതായത് 2023 ഷൂട്ട് ചെയ്ത സിനിമയാണ്. പക്ഷേ ലേറ്റ് ആയിട്ട് 2025 റിലീസ് ചെയ്തെന്ന് മാത്രം. ഞാനിത് എടുത്തു പറയാനുള്ള ഒരു കാരണം, ഈ സിനിമ റിലീസായ ടൈമിൽ മാർക്കോയെ വെച്ച് ഒരുപാട് ട്രോള് കണ്ടിരുന്നു. അത് മാർക്കോ ഇറങ്ങിയതിന് ശേഷം അതുപോലെ കോപ്പി അടിച്ച് ബോളിവുഡിൽ നിന്നും ഒരു സിനിമ ഒരുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഫതേ എന്നൊക്കെ പറഞ്ഞ് കുറേ ട്രോളൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇതാണ് റിയാലിറ്റി എന്നുള്ളത്. എന്തായാലും ഇന്ന് ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ നിലവിൽ ഹിന്ദിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, കൂടെ സബ് ടൈറ്റിലും അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം. ഈ സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചിത്രത്തിന്റെ കഥാപരിസരം എന്നുള്ളത്, ചിത്രത്തിലെ നായകന്റെ പേരാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, ഫതേ അഥവാ ഫതേ സിംഗ്. ആളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഓഫീസർ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ പഞ്ചാബിൽ ഒരു ഡയറി ഫാമിലെ സൂപ്പർവൈസറൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം ഒതുക്കി കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് നിമൃത എന്നുള്ളത്. അവൾ വലിയൊരു ട്രാപ്പിൽ ചെന്ന് വിടുകയാണ്. ആ ട്രാപ്പ് എന്നുള്ളത് ഒരു ലോൺ ആപ്ലിക്കേഷൻ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള വലിയൊരു സൈബർ ക്രൈമാണ്. അതിലാണ് ഈ ഒരു പെൺകുട്ടി പോയി പെട്ടിരിക്കുന്നത്. എന്തായാലും അവളെ ആ ട്രാപ്പിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നായകൻ തുനിഞ്ഞിറങ്ങുന്നു. ഇതിനുശേഷം നടക്കുന്ന സംഭവവികാസങ്ങളും ഒക്കെ ആയിരുന്നു ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത്. ഈ ഒരു സിനിമയെ ഒറ്റവാക്കിൽ പറയാൻ സാധിക്കുന്നത്, ശരിക്കും പറഞ്ഞ ഈ ഒരു സിനിമയുടെ സ്റ്റോറിയും അതിന്റെ ടോട്ടാലിറ്റിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ സംവിധായകൻ സോനു സൂദ് ഈ ഒരു സിനിമയുടെ ഹീറോ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഡയറക്ടർ എന്നുള്ളത്. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ജോൺ വിക്ക് ലെവലിലുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടി തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏകദേശം അതേപോലെ തന്നെയാണ് ഏകദേശം ഒരു പ്ലോട്ടും അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ അദ്ദേഹം അത് മാക്സിമം ശ്രമിച്ച് അത്യാവശ്യം ഒരു ആനിമൽ ലെവലിൽ എത്തിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ആനിമൽ സിനിമയില്ലേ, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു മൂഡിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ പുതുമയുണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയ സർപ്രൈസിങ് ആയിരുന്നു, പ്രഡിക്റ്റബിൾ അല്ലായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. അത്യാവശ്യം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ്. എങ്കിൽ കൂടിയും അത്യാവശ്യം ഒരു ആക്ഷൻ സിനിമ, അതും കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള വയലൻസ് ഒക്കെ നിറഞ്ഞ ആക്ഷൻ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന പ്രേക്ഷകനെ അത്യാവശ്യം ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന കുറച്ച് ആക്ഷൻ മൊമെന്റ്സും അല്ലെങ്കിൽ അതിൻ്റെ കഥാപരിസരം ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് ഫതേ എന്ന് പറയാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രഫി ആകട്ടെ, അതുപോലെ തന്നെ ചിത്രത്തിലെ ഹീറോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന സോനു സൂദ് ആകട്ടെ. സോനു സൂദിനെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ. കാരണം ശരിക്കും പറഞ്ഞ ഈ സിനിമയുടെ ഒരു പില്ലർ എന്ന് തന്നെ അദ്ദേഹത്തെ പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ചിത്രത്തിന്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആകട്ടെ, അതുപോലെ തന്നെ ചിത്രത്തിന്റെ CGI വർക്ക് ആകട്ടെ. CGI ചിലയിടങ്ങളിൽ കുറച്ചൊക്കെ പാളിപ്പോയിരുന്നെങ്കിലും ഓൾമോസ്റ്റ് നോക്കുമ്പോഴത്തേക്കും കൊള്ളായിരുന്നു. അതുപോലെ സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആക്ഷൻ സിനിമ, ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ച് ആക്ഷൻസ് ഒക്കെ ഉള്ള ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് പോകുന്ന പ്രേക്ഷകനെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുണ്ട് സിനിമ എന്നുള്ളത്. പക്ഷേ സിനിമ ഇപ്പോൾ എന്താണ് വലിയൊരു പുതുമയുള്ള ഒരു കഥയായിരിക്കണം എന്നൊക്കെ ഓർത്ത് പോകുന്നവരെ വലിയ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു സംഭവം ആയിരിക്കില്ല ഈ ഒരു ചിത്രം എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സിനിമയും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ജോൺ വിക്ക് പോലൊരു സിനിമയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജോൺ വിക്കിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്നുള്ളത് ആ സിനിമയുടെ കഥാപരിസരം എന്നുള്ളത് ഇമോഷണലി കൂടി പ്രേക്ഷകരെ കണക്ട് ആകുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇമോഷണൽ പരിസരമൊന്നും അത്രത്തോളം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി റൈറ്റർക്ക് അല്ലെങ്കിൽ സംവിധായകന് വലിയധികം സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് നായകൻ ഈ കളത്തിലേക്ക് ഇത്തരത്തോളം വലിയൊരു ഗ്യാങ്ങിൻ്റെ ഇടയിലേക്കാണ് നായകൻ പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഇമോഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കേണ്ടതാണ്. അത് അത്രത്തോളം ബിൽഡ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ പ്രേക്ഷകർക്കും ഇങ്ങനെ ഇമോഷണലി കണക്ട് ആകുന്ന രീതിയിൽ അതൊന്നും എഴുതി കൊണ്ടുവന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം മാർക്കോയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ലെവലിലൊന്നും എത്തിയിട്ടുള്ളൊരു സിനിമ എന്ന് പറയാൻ സാധിക്കില്ല. മറിച്ച് ഇപ്പം മാർക്കോയൊക്കെ കണ്ട് ആ ഒരു ഹാങ് ഓവറിലിരിക്കുന്ന ഒരു പ്രേക്ഷകന് അതുപോലെ കുറച്ചിങ്ങനെ വയലൻസ് ഒക്കെയുള്ള ബ്രൂട്ടലായിട്ടുള്ള കാഴ്ചകളൊക്കെയുള്ള സിനിമകളുണ്ടായി കൊള്ളായിരുന്നല്ലോ എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒന്ന് പോയി കാണുകയാണെങ്കിൽ ഈ സിനിമയ്ക്കുള്ള ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം വയലൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു ഫീൽ നൽകുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് വലിയ മുഷിപ്പൊന്നും തോന്നിയില്ല. 2 മണിക്കൂർ 7 മിനിറ്റുള്ള സിനിമയാണ്. ഒരു ഫ്ലോയ്ക്ക് അങ്ങിരുന്ന് കണ്ടു. നല്ല ആക്ഷൻസും സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സും, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രൂട്ടലായിട്ടുള്ള ചില കാഴ്ചകളൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. നല്ല ഇച്ചിരി ബ്രൂട്ടൽ അതിൻ്റെ ഡെപ്തിലൊക്കെ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/6.5. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചേക്കാം. പിന്നെ ഒരു സിനിമ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ സാധിക്കില്ല. കാരണം എന്നുള്ളത് ഇതിനുള്ളിൽ നല്ല രീതിയിലുള്ള വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് വയലൻസ് ഒന്നും വിഷയമല്ല, ഞാൻ എൻ്റെ ഫാമിലിയോട് കൂടി തന്നെ മാർക്കൊക്കെ ഇരുന്ന് കണ്ടതാ, 18+ കണ്ടന്റ് ഇല്ല ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. 18+ കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്. ബൈ.